എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 73, ശ്ലോകം 17 മുതൽ 28 വരെ 12 ശ്ലോകങ്ങൾ. ജരാസന്ധന്റെ ജയിലിൽ കിടന്നിരുന്ന ആ രാജാക്കന്മാരെ മുഴുവനും ഭഗവാൻ മോചിപ്പിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് എല്ലാ സർവാഭരണ ഭൂഷിതരായിട്ട് അവരെ പറഞ്ഞു വയ്ക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈഃ താനാഹ കരുണസ്താത ശരണ്യ ശ്ലക്ഷ്ണയാ ഗിരാ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഹേ രാജാവേ, പരീക്ഷിത് മഹാരാജാവിനോട്, ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ആ രാജാക്കന്മാര് ഇങ്ങനെ സ്തുതിച്ചപ്പോ കരുണാമൂർത്തിയും ശരണ്യനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് ഇങ്ങനെ അരുളി ചെയ്തു. ശ്രീ ഭഗവാൻ ഉവാച. അദ്യ പ്രഭൃതിവോ ഭൂപാ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തി പാഠമാശംസിതം തഥാ. ഭഗവാൻ പറഞ്ഞു, ഹേ ഭൂമിപാലന്മാരെ, ഇന്നു മുതല് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹാനുസരണമുള്ള ഭക്തി അഖിലനാഥനും പരമാത്മാവുമായ എന്നിൽ ഇളക്കമില്ലാത്തതായിട്ട് ഭവിക്കും. നിങ്ങൾക്ക് ഇന്നു മുതൽ സുദൃഢമായ ഭക്തി എന്നിൽ ഉണ്ടാകും. അനുഗ്രഹിച്ചു. ദിഷ്ട്യാ വ്യവസിതം ഭൂപാ ഭവന്തഋതഭാഷിണ ശ്രീ ഐശ്വര്യമദോന്നാഹം പശ്യ ഉന്മാദകം നൃണാം. ഹേ രാജാക്കന്മാരെ, എന്റെ ഭജനം തന്നെ കർത്തവ്യം എന്നുള്ള നിങ്ങളുടെ സങ്കല്പം എത്രയും ശോഭനമാണ്. നിങ്ങൾ വിചാരിച്ചല്ലോ ഇനി അവിടുത്തെ ഭജിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കാലം കഴിക്കുന്നു. അത് വളരെ നന്നായി. രാജ്യ ഐശ്വര്യാദി ലാഭത്താൽ ഉണ്ടാകുന്ന മതത്താൽ മനുഷ്യരാചരിക്കുന്ന ഈ സ്വേച്ഛാചാരം അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ കാണുന്നത് കൊണ്ട് ഭഗവാന്മാരുടെ വാക്ക് നിങ്ങൾ എത്രയും സത്യമാകുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. രാജ്യത്തിന്റെ ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ, രാജ്യത്തിന് നല്ല ഗൃഹത്തിലായാലും അധികം ഐശ്വര്യം വന്നാൽ അത് അഹങ്കാരത്തിന് കാരണമാകും. പിന്നെ വിവേകം നശിക്കും, ബുദ്ധിയെ നശിപ്പിക്കും, എല്ലാം നഷ്ടപ്പെടാൻ കാരണമാകും. പിന്നെ ഭഗവാനെ സ്മരിക്കണമെന്നും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് പറഞ്ഞു. ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാൽ ഭ്രംശിതാസ്ഥാനാത് ദേവദൈത്യ നരേശ്വരാഹ. ഹേഹയകുലത്തില് ഉത്ഭവിച്ച ചക്രവർത്തിയായ ആ കാർത്തവീര്യാർജുനൻ ശ്രീമതം നിമിത്തം ജമദഗ്നിയുടെ കാമധേനുവിനെ ഹരിച്ചതുകൊണ്ട് പരശുരാമനായി ഹനിക്കപ്പെട്ടു. നഹുഷൻ എന്ന രാജാവിന് ഇന്ദ്രസ്ഥാനം സിദ്ധിച്ചപ്പോൾ ശചീ സംഗമത്തിനു വേണ്ടി സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചതുകൊണ്ട് അവരുടെ ശാപനിമിത്തം മലമ്പാമ്പായി ഭവിക്കേണ്ടി വന്നു. ബ്രാഹ്മണ ശാപനിമിത്തം വേനൻ എന്ന രാജാവിനും സ്ഥാനഭ്രംശം സിദ്ധിച്ചു. സീതയെ അപഹരിച്ച ഹേതുവാൽ രാക്ഷസ രാജാവായിരുന്ന രാമനാൽ ഹനിക്കപ്പെട്ടു. നരകാസുരൻ അതിഥിയുടെ കുണ്ടല അപഹരിക്കുക മുതലായിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ ആചരിക്കുകയാൽ എന്നാൽ തന്നെ കൊല്ലപ്പെട്ടു. ഇനിയും അനേകം പേരെ പറ്റി പറയാനുണ്ട്. ദേവന്മാരിലും അസുരന്മാരിലും രാജാക്കന്മാരിലും പ്രധാനികളായിരുന്നവർ ഈ അഹങ്കാരത്തിന്റെ ദോഷനിമിത്തം സ്ഥാനഭ്രഷ്ടരായിട്ടുണ്ട്. ഈ ഐശ്വര്യത്തിന്റെ അഹങ്കാരം. അതുകൊണ്ട് ഐശ്വര്യം പ്രായേണ അനർത്ഥസ്ഥാനമാണെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. സമ്മതിക്കാണ് ഭഗവാൻ. ഭവന്തയേതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവത് മാം യജന്തോധ്വരേർയുക്താഃ പ്രജാധർമ്മേണ രക്ഷത. ഉണ്ടായതൊക്കെ നാശമുള്ളതാണ് എന്ന ന്യായപ്രകാരം ദേഹം മുതലായിട്ടുള്ള എല്ലാ വസ്തുക്കളും, ഈ വസ്തുജാലം മുഴുവനും നശിച്ചു പോകുന്നതാണെന്ന് അറിഞ്ഞ് നിങ്ങൾ എപ്പോഴും അപ്രമത്തരായി പുണ്യകർമ്മങ്ങളായ യാഗാദികൾ കൊണ്ട് എന്നെ ആരാധിക്കുവിൻ. കുലധർമ്മമായ പ്രജാപരിപാലനം ധർമ്മത്തിന് വിരോധം നേരിടാത്ത വിധം നടത്തുകയും ചെയ്യുവിൻ എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. സന്തന്വന്ത പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ജ സേവന്തോ മച്ചിത്താ വിചരിഷ്യത.
ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് സൽപ്രജകളെ ഉൽപ്പാദിപ്പിക്കുവിൻ. സുഖദുഃഖങ്ങള്, വൃദ്ധിക്ഷയങ്ങള് എന്നിങ്ങനെ വന്നു ചേരുന്നവയെ എല്ലാം ഒരുപോലെ അനുഭവിക്കുവിൻ. എന്നിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി സ്വേച്ഛയാ സഞ്ചരിക്കുവിൻ. ഉദാസീനാഞ്ജദേഹാദൗ ആത്മാരാമാധൃതവ്രതാ മയ്യാവേശ്യ മനഃ സമ്യക് മാമന്തേ ബ്രഹ്മ യാസ്യഥ. ദേഹാദികളെ സംബന്ധിച്ചുണ്ടാകുന്ന സകല വ്യാപാരങ്ങളിലും ഇരിക്കുവിൻ നിങ്ങൾ. ആനന്ദസ്വരൂപനായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് കാലം കഴിച്ചാൽ ഈ ശരീരനാശത്തിൽ സർവാത്മാവായിരിക്കുന്ന എന്നെ തന്നെ നിങ്ങൾ പ്രാപിക്കും. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്. പിന്നെ ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വര തേഷാം ന്യയുക്ത പുരുഷാൻ സ്ത്രീയോ മജ്ജനകർമ്മണി. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, സർവലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ രാജാക്കന്മാരുടെ സംസാര സങ്കട നിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കുമുള്ള മാർഗം അങ്ങനെ ഉപദേശിച്ച ശേഷം അവരെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കാൻ ദാസന്മാരെയും ദാസികളെയൊക്കെ ഏർപ്പെടുത്തി. ഗൃഹസ്ഥാശ്രമികളായ എല്ലാവർക്കും മുക്തി പ്രാപിക്കാൻ ഉപകരിക്കുന്ന മാർഗത്തെ സംക്ഷേപിച്ച് ഭഗവാൻ ഉപദേശിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. ഇത് ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നവരുടെ ജീവിതം സഫലമായിട്ട് തീരും. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതേ വസ്ത്രൈ ഭൂഷണൈ സ്രഗ്വിലേപനൈ. ശ്രീശുബ്രഹ്മർഷി പറയണു, ഹേ ഭരതകുല ശ്രേഷ്ഠനായ മഹാരാജാവേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ സഹദേവനെ കൊണ്ട് രാജാക്കന്മാർക്ക് ധരിക്കാൻ യോഗ്യങ്ങളായ വസ്ത്ര ആഭരണ മാല്യ ചന്ദനാദികളൊക്കെ കൊടുപ്പിച്ച് വേണ്ടവണ്ണം അവരെ പൂജകളൊക്കെ ചെയ്യിപ്പിച്ചു. ഭോജയിത്വാ വരാന്നേന സുസ്നാദാൻ സമലംകൃതാൻ ഭോഗേശ്ച വിവിധേർയുക്താൻ താംബൂലാദ്യേ നൃപോചിതേ. സുഖമായിട്ടൊക്കെ എണ്ണ തേച്ച് കുളിപ്പിച്ച് വസ്ത്രാലങ്കാരങ്ങളൊക്കെ ധരിപ്പിച്ച് അവരെ വിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങളോടുകൂടിയ അന്നം ഒക്കെ കൊടുത്ത് പുജിപ്പിച്ചു. പിന്നെതാ രാജോചിതങ്ങളായ താംബൂലാദി ബഹുവിധ ഭോഗങ്ങൾ കൊണ്ട് സൽക്കരിപ്പിച്ചു. തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടലാ വിരേജുർമോചിതാ ക്ലേശാൽ പ്രാവൃടന്തേ യഥാഗ്രഹ. ഏറ്റവും ശോഭയുള്ള കുണ്ടലാദ്യ അലങ്കാരങ്ങൾ ധരിച്ച് ശോഭിക്കുന്നവരും ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുമായ ആ രാജാക്കന്മാര് മഴക്കാലം കഴിഞ്ഞ് ശരൽക്കാലത്തിന്റെ ആരംഭത്തിൽ മേഘനിർമുക്തങ്ങളായ സൂര്യാദിഗ്രഹങ്ങൾ എന്ന പോലെ സന്തോഷഭരിതരായിട്ട് പ്രകാശിച്ചു. രഥാൻ സദശ്വാനാരോപ്യ മണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സൂനൃതേർവാക്യേ സ്വദേശാൻ പ്രത്യയാപയൻ. രത്നം, സ്വർണം എന്നിവ കൊണ്ട് അലങ്കരിച്ചും ഏറ്റവും ശ്രേഷ്ഠങ്ങളായ കുതിരകളെ പൂട്ടിയും ഇരിക്കുന്ന ഉത്കൃഷ്ട വാഹനങ്ങളിൽ അവരെ കയറ്റി സംതൃപ്തി ജനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ച് എല്ലാവരെയും അവരുടെ രാജ്യങ്ങളിലേക്ക് യാത്രയാക്കി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.